ശ്രേഷ്ഠ ബെസിലിയോസ് ജോസഫ് കാതോലിക്ക ബാവായുടെ സിംഹാസനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം പുത്തൻകുരിശിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ മലങ്കര സഭയിലെ വിഘടിത വിഭാഗത്തോട് സമാധാന ആഹ്വാനം നടത്തുകയുണ്ടായി. ആ സമാധാന ആഹ്വാനത്തോട് പ്രതികരിച്ചുകൊണ്ട് വളരെ പരിഹാസ രൂപേണയുള്ള ഒരു കത്ത് മെത്രാൻ കക്ഷി വിഭാഗത്തിലെ ദിയസ്കോറോസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ കത്താണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ആ കത്തില് അവർ പറയുന്നത്, വൈകി ഉദിച്ച വിവേകം ആത്മാർത്ഥമെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. എന്താണ് അദ്ദേഹം ഇതോട് റെസിപ്രോക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മലങ്കര ഓർത്തഡോക്സ് സഭയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന പാത്രിയർക്കീസ് വിഭാഗം ബെഥൽ കാതോലിക്കായുടെ, ഈ പാത്രിയർക്കീസ് വിഭാഗത്തിൽ അങ്ങനെ ബെഥൽ കാതോലിക്കൊന്നുമില്ല. പാത്രിയർക്കീസ് വിഭാഗത്തിൽ ഒരു കാതോലിക്കേ ഉള്ളൂ. അത് കാനോനികമായി വാഴിക്കപ്പെട്ട കാതോലിക്കയാണ്. കാതോലിക്കയെ വാഴിക്കുന്നത് പുരാതന കാലം മുതൽ പാത്രിയർക്കീസ് ആണ്. 81 കാതോലിക്കന്മാരെയാണ് അന്ത്യോക്യൻ പാത്രിയർക്കീസ് വാഴിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് സാസിഫോണിലെ കാതോലിക്കോസിനെയും അന്ത്യോക്യൻ പാത്രിയർക്കീസ് വാഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ തിഗ്രീസിലെ കാതോലിക്കന്മാരുടെ പട്ടിക പരിശോധിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ 80 കാതോലിക്കന്മാരുടെ കണക്ക് വരുന്നത്. അപ്പോ വളരെ സുതാര്യമായ വിധത്തിൽ പകലിന്റെ വെളിച്ചത്തിൽ നടന്ന ഒരു കാതോലിക്ക വാഴ്ചയും തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനങ്ങളുമൊക്കെ ദിയസ്കോറോസ് അടക്കമുള്ള മെത്രാൻ വേഷധാരികൾക്ക് വലിയ തോതിലുള്ള നിരാശയും ദുഃഖവും സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത വ്യസനപൂർവ്വം നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പൊ അദ്ദേഹം അതുകൊണ്ട് അങ്ങനെ എഴുതുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സമനില തെറ്റിയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ കത്തുകളിൽ പോലും വരും. അത് സ്വാഭാവികമാണ്. ഇദ്ദേഹം ഒരു കത്തനാരായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ സ്ക്രീനിങ് കമ്മിറ്റി നടത്തി മെത്രാൻ സ്ഥാനത്തേക്ക്. അന്നൊരു സാങ്കല്പിക ചോദ്യം ഇദ്ദേഹത്തോട് ചോദിച്ചു. വലിയ അഭിമാനപൂർവ്വം അദ്ദേഹം പിന്നീട് പറഞ്ഞതാണ്. സാങ്കല്പിക ചോദ്യം ഇതാണ്: ഇറ്റ്സ് എൻ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ. താങ്കൾ ഇരിക്കുന്ന മുറിയിലേക്ക് ഇപ്പോൾ അന്ത്യോക്യൻ പാത്രിയർക്കീസ് കടന്നു വരികയാണെന്ന് സങ്കല്പിക്കുക. താങ്കളുടെ പ്രതികരണം എന്തായിരിക്കും? അപ്പോൾ മെത്രാൻ കക്ഷി വിഭാഗത്തിലെ മെത്രാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഇദ്ദേഹം കൊടുത്ത മറുപടി ഇതാണ്: ഞാനിരിക്കുന്ന മുറിയിലേക്ക് ഇപ്പോൾ അന്ത്യോക്യൻ പാത്രിയർക്കീസ് കടന്നു വരികയാണെങ്കിൽ ഞാൻ ഗെറ്റ് ഔട്ട് എന്ന് പറയും. അത് അക്കാലത്ത് വലിയ തമാശകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെക്കുകയും ഈ ഓൺലൈൻ പത്രങ്ങളിലും അല്ലാത്ത പത്രങ്ങളിലും ഒക്കെ അത് ബോക്സ് ന്യൂസുകളായിട്ടൊക്കെ വരികയും ചെയ്തു. അന്ന് ഏതോ ഒരു പത്രം ഇദ്ദേഹത്തെ ഗെറ്റ് ഔട്ട് മെത്രാൻ എന്നൊക്കെ വിശേഷിപ്പിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അടിസ്ഥാന സ്വഭാവം വെറുപ്പാണ്. അതുപോലെ തന്നെ വിവരക്കേടും. ഈ വിവരക്കേടും വെറുപ്പും കൂടെ ഒരാളിൽ ഒരുമിച്ച് സമ്മേളിച്ചാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ദിയസ്കോറോസ് എന്ന് പറയുന്ന ഈ മെത്രാൻ, ഇദ്ദേഹത്തെ ഞാൻ പിന്നീട് ശ്രദ്ധിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ഒരു ബൈബിൾ ക്ലാസ് പരമ്പര യൂട്യൂബിൽ വന്നു, ഫെയ്ത്ത് സ്റ്റഡി സീരീസ്. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിൽ പരിശോധിച്ചാൽ കാണാം. അപ്പൊ അതിനകത്ത് ഇദ്ദേഹം സഭയെക്കുറിച്ചൊക്കെ ആചാരമായിട്ട് സംസാരിക്കുന്നുണ്ട്. സഭ കാതോലികം, ഏകം, വിശുദ്ധം, ശ്ലൈഹികം, ദ 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ചർച്ച്. അപ്പൊ അദ്ദേഹം സഭ ശ്ലൈഹികമായിരിക്കണം അല്ലെങ്കിൽ അപ്പോസ്തോലികമായിരിക്കണം, രണ്ടും ഒന്നാണ് അർത്ഥം. സഭ അപ്പോസ്തോലികമായിരിക്കണം, അപ്പൊ അത് ഗ്രീക്ക് പദമാണ്. ശ്ലൈഹികമായിരിക്കണം സുറിയാനി പദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ ശ്ലൈഹികമായ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദിയസ്കോറോസ് മെത്രാന്റെ ഒരു വിശദീകരണമാണ്. അദ്ദേഹം അവിടെ സഭ ശ്ലൈഹികമായിരിക്കണം എന്ന് പറഞ്ഞാൽ ശ്ലീഹായിൽ സ്ഥാപിക്കപ്പെട്ടതും ശ്ലീഹായിൽ നിന്നുള്ള കൈവപ്പുള്ളതുമായ സഭയ്ക്കാണ് ശ്ലൈഹിക സഭ എന്ന് പറയുന്നത്. അപ്പൊ അത് സമ്മതിക്കാൻ പറ്റില്ല. അതിന് കാരണം ഇവരുടെ വിഭാഗത്തിന് അതില്ല. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ശ്ലീഹ എന്ന് പറഞ്ഞാൽ മശിഹ എന്ന് തന്നെയാണ് അർത്ഥം. യേശുക്രിസ്തുവാണ് ശ്ലീഹ. അപ്പൊ യേശുക്രിസ്തു ഉള്ള സഭ ശ്ലൈഹിക സഭ. 2 3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്ത് അതിന്റെ നടുക്ക് ഞാൻ വരും എന്നുള്ളൊരു വാക്യമുള്ളത് കൊണ്ട് ആരെങ്കിലും യേശുവിന്റെ നാമത്തിൽ കൂടി വന്ന് ഒരു സഭ തുടങ്ങിയാൽ അങ്ങനെയുള്ള സഭകളുടെ പേരാണ് ശ്ലൈഹിക സഭ. ഇതാണ് ദിയസ്കോറോസ് മെത്രാന്റെ വിവരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഫെയ്ത്ത് സ്റ്റഡി സീരീസ് ദിയസ്കോറോസ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആ പ്രസംഗം കിട്ടും. നിങ്ങൾക്കത് കാണാവുന്നതാണ്, കണ്ടു ബോധ്യപ്പെടാവുന്നതാണ്. ഇത് ഇങ്ങനത്തെ വിവരദോഷമാണ് ഇദ്ദേഹം പറയുന്നത്.
അതാണ് സ്ലീഹ. സഭ ശ്ലൈഹികം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം പലർക്കും തെറ്റിദ്ധാരണയാണ്. റോമായിലെ പത്രോസും ഇന്ത്യയിലെ തോമായും അലക്സാണ്ട്രിയയിലെ മർക്കോസും പിന്നെ എത്യോപ്യയിലെ മത്തായിയും അർമേനിയയിലെ ബെർത്തുൽമായും ഇവരെല്ലാവരും കൂടെ ചേരുന്ന സഭയെന്ന്. അതൊരു തെറ്റായ ധാരണയാണ്. ശരിയായ ധാരണ എന്താണ്? യേശുക്രിസ്തു ആകുന്ന യഥാർത്ഥ സ്ലീഹായോട് ചേർന്ന് നിൽക്കുന്ന സഭയാണ് ശ്ലൈഹിക സഭ എന്ന് വിളിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ അയക്കപ്പെട്ട ആള്, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ആളാണ് ആര്? ക്രിസ്തു. പിതാവാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഏകജാതനായ പുത്രനായ ക്രിസ്തു. യേശുക്രിസ്തുവിനോട് ചേരുന്ന സഭ ശ്ലൈഹിക സഭ. അടിസ്ഥാനപരമായി വെറുപ്പും വ്യവരദോഷവും ഒരുപോലെ സമന്വയിക്കുന്ന ഒരു വ്യക്തി കത്തെഴുതുമ്പോൾ സത്യത്തിൽ അത് പരിശോധിക്കാനൊക്കെ ഒരാളെ അവിടെ വെക്കേണ്ടതാണ്. ഇദ്ദേഹം ഒരുപാട് എതിർപ്പുകളെ നേരിട്ട് മെത്രാനായതായിരുന്നു. പറഞ്ഞാൽ കനൽപാതകൾ താണ്ടി വന്ന കാലിരുമ്പിന്റെ കരുത്തുള്ള അങ്ങനെയൊന്നുമില്ല. ഇദ്ദേഹത്തെ എതിർത്തത് അന്നത്തെ കോട്ടയം ഭദ്രാസന മെത്രാപ്പോലീത്ത ആയിരുന്ന ഇവാനിയോസ് തിരുമേനിയാണ്. ഇവാനിയോസ് തിരുമേനി എന്ന് പറഞ്ഞാൽ കോട്ടയത്തുള്ള എല്ലാവർക്കും വലിയ ആദരവും ബഹുമാനവും യാക്കോബായ പക്ഷത്തുള്ളവർക്ക് പോലും വലിയ ബഹുമാനമുള്ള ഒരു തിരുമേനിയായിരുന്നു. ഒരു ആത്മീക അധികായൻ ആയിരുന്നു. ഹി വാസ് റിയലി എ സ്പിരിച്വൽ ജയന്റ്. സ്വന്തം കല്ലറ നേരത്തെ തയ്യാറാക്കി ആ കല്ലറയിൽ ഇറങ്ങിയിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇവാനിയോസ് തിരുമേനി. ആ ഇവാനിയോസ് തിരുമേനി ദീർഘദർശനത്തോടെ പറഞ്ഞു, ഇവനെ മെത്രാനാക്കരുത്. സ്ക്രീനിങ് കമ്മിറ്റിയോട് പറഞ്ഞാണ്. പക്ഷേ ചരട് വലിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഇയാളെ മെത്രാനാക്കുക മാത്രമല്ല, ഇവാനിയോസ് ഇരുന്ന ആ കസേരയിൽ തന്നെ കൃത്യമായിട്ട് കോട്ടയം ഭദ്രാസനത്തിന്റെ കസേരത്തിന് വേണ്ടി ഇരുത്തുകയും ചെയ്തു. അപ്പം കാലം ചെയ്ത ഇവാനിയോസിന് ശിഷ്യന്മാർ കൊടുത്ത നല്ല ഒരു ഗുരുദക്ഷിണയായി കോട്ടയത്ത് വിളങ്ങുന്ന ഒരു നല്ല വിശേഷ വസ്തുവാണ് ഇദ്ദേഹം. ഇവാനിയോസ് അന്ന് ഡിസ്പ്യൂട്ട് പറഞ്ഞത് നമുക്ക് നോക്കാം. ഇത് ഡിസ്പ്യൂട്ട് പറഞ്ഞത് ഇപ്പം നമുക്ക് ഒരു ഓൺലൈനിൽ പറഞ്ഞു കഴിയുമ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല വരും. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുക എന്തായിരുന്നു ഡിസ്പ്യൂട്ട് എന്ന്. അപ്പം ഇദ്ദേഹം പറഞ്ഞത് സർവാത്മന സ്വാഗതം ചെയ്യുന്നതായി ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യോഹന്നാൻ മാർ എത്രയോ കാലങ്ങളായി മലങ്കര സഭ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ സമാധാനത്തിന് സ്വരമുയർന്നത് നന്നായി. എത്രയോ കാലങ്ങളായി ആരോട് ക്ഷമിച്ചാലും ദേവലോകത്തെ കാതോലിക്കോട് ക്ഷമിക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ. ഇതാണ് ഇവരുടെ ഒരു പ്രശ്നം. ആർക്കാണ് ഇവിടെ ക്ഷമിക്കാൻ പറ്റാത്തത്? ആർക്കാണ് ക്ഷമിക്കാൻ പറ്റാത്തത്? ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അപ്പോളജി ചെയ്യുകയും നേരിട്ട് തന്നെ ക്ഷമാപണം അറിയിക്കുകയും ചെയ്തതാണ്. ഇത് അംഗീകരിക്കാതെയാണ് ഇത് തന്നെയാണ് ഈ പണ്ട് ഔഗാനെ കാപ്പി പിടിക്ക് അടിച്ചു എന്ന് പറയുന്നത്. പിറവത്ത് ഔഗാനെ കാപ്പി പിടിക്ക് അടിച്ചെങ്കിൽ പിന്നീട് സഭ യോജിക്കുകയും യോജിച്ച സഭയുടെ കാതോലിക്കയായി ഔഗാൻ വാഴുകയും ഔഗാൻ അതേ പിറവം പള്ളി പലപ്രാവശ്യം പോയി ശുശ്രൂഷകൾ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അപ്പൊ ഇവർ ക്ഷമിച്ചിട്ടില്ല. അപ്പോൾ ഇവരുടെ മുറിവ് ഉണങ്ങില്ല. ഇവരിങ്ങനെ വീണ്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കത്തിപ്പോലും ഇത് എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംസ്കാര സമ്പന്നമായ വ്യക്തികളല്ല. കാരണം സാംസ്കാരികമായിട്ട് അല്പമെങ്കിലും ഇനി പറയുന്നത് സാക്ഷരത ഉണ്ടെങ്കിൽ, അപ്പൊ ഒട്ടും കൾച്ചറൽ ലിറ്ററസി ഇല്ല. അതുകൊണ്ടാണ് ഒരാൾ അപ്പോളജി പറഞ്ഞ കാര്യത്തെ വീണ്ടും എന്ത് ചെയ്യാണ്, ഹൈലൈറ്റ് ചെയ്യാൻ. അപ്പം വീണ്ടും എന്താ ക്ഷമ പറയണോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ദിയോസ്കോറോസ് മെത്രാച്ചന് അദ്ദേഹത്തിന്റെ വിവരദോഷത്തെ പ്രതി നമുക്ക് ഡിസ്കൗണ്ട് കൊടുത്ത് താഴോട്ട് വായിക്കാം. നാവിൽ നിന്ന് തന്നെ സമാധാനത്തിന്റെ സ്വരം ആത്മാർത്ഥതയോടാണ് പറയുന്നതെങ്കിൽ ഈ കേസുകൾക്കെല്ലാം തുടക്കം കുറിച്ച് ആരാണ് വിസ്മരിക്കരുത്. മലങ്കര സഭയെ കേസുകളിലേക്ക് വലിച്ചിട്ടത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന വിഭാഗമാണ്. ചരിത്രത്തെ വിസ്മരിച്ച് ബദൽ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയില്ലെന്നും മെത്രാപ്പോലീത്ത പ്രതികരിച്ചു. നിയമം അനുസരിച്ചാൽ വ്യവഹാരങ്ങൾ അവസാനിക്കും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ മാത്രമാണ് കേസുകൾ ഉണ്ടായിട്ടുള്ളത്. കാഞ്ഞിരമറ്റം പള്ളി നിയമം ലംഘിച്ചതിന് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തത്. കോടതി വിലക്കുള്ള സ്ഥലത്ത് പ്രവേശിച്ച ശേഷം കേസുണ്ടാകുമ്പോൾ പരിഭവിച്ചിട്ട് കാര്യമില്ല. പ്രവേശന വിലക്കുള്ള സ്ഥലത്ത് അനധികൃതമായി കടക്കാതിരിക്കുക എന്നതാണ് സാമാന്യ മര്യാദ. ആർക്കെങ്കിലും ഒക്കെ കേസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ അവർ അത്രയും അധികം തവണ നിയമം ലംഘിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ. 1934 ഭരണഘടന അംഗീകരിക്കുന്നെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സത്യവാങ്മൂലം എഴുതി കൊടുത്ത മെത്രാപ്പൊലിത്തമാരിൽ ഒരാളാണ് അഭിവന്ദ്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. എന്നാൽ പിന്നീട് അദ്ദേഹം ഭാരതത്തിന്റെ നിയമ സംവിധാനങ്ങളെയും നീതിപീഠം അംഗീകരിച്ച് ഭരണഘടനയും ധിക്കരിച്ച് പ്രവർത്തിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ചർച്ചകൾ ഉണ്ടാകേണ്ടത് രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കുന്നവർ തമ്മിലാകണമല്ലോ. അത് വ്യക്തമായി പറയുവാൻ അദ്ദേഹം സന്നദ്ധനാണ്. സമാധാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആദ്യപടി രാജ്യത്തിന്റെ നിയമത്തെ അംഗീകരിക്കുക എന്നുള്ളത്. എന്താണ് ഈ രാജ്യത്തിന്റെ നിയമം? 1934 ഭരണഘടനയാണ് രാജ്യത്തിന്റെ നിയമം എന്നാണ് ഈ സാധു മനുഷ്യൻ വിശ്വസിച്ചിരിക്കുന്നത്. രാജ്യത്തെ നിയമത്തെ അംഗീകരിച്ചുള്ള സമാധാനത്തിന് തയ്യാറല്ലെങ്കിൽ അക്കാര്യവും അദ്ദേഹം വ്യക്തമാക്കണം. പൂർണ്ണമായി മറ്റൊരു സഭയായി നിലകൊള്ളാനാണ് തീരുമാനമെങ്കിൽ കയ്യേറി വെച്ചിരിക്കുന്ന വള്ളികൾ തിരികെ നൽകുക എന്നതാണ് ഉചിതം. മലങ്കര സഭയ്ക്കൊപ്പം നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി സമൂഹത്തെ അടർത്തി പറയുന്നത് ഇയാളെ ചിരിപ്പിച്ച് മനുഷ്യനെ ഒരു പരിവാക്കും. മലങ്കര സഭയ്ക്കൊപ്പം, നിങ്ങളുടെ ഈ വ്യാജ സഭയ്ക്കൊപ്പം നിലനിൽക്കുവാൻ ആർക്കും തന്നെ താല്പര്യമില്ല. ഇന്ന് നിങ്ങളുടെ പള്ളികളിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് നിങ്ങൾ ധരിക്കുന്നതായ ആളുകളിൽ ഭൂരിപക്ഷവും യഥാർത്ഥ കൈവപ്പുള്ള സഭയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഓക്കെ, ഐ ആം കളക്ടിങ് ഫീഡ്ബാക്ക് ഫ്രം യുവർ ഫെയ്ത്ത്ഫുൾ.
വ്യവഹാരരഹിത മലങ്കര സഭ എന്നതിൽ അഭിലാഷം പൂണെ നമുക്ക് ക്രൈസ്തവ മാർഗത്തിലൂടെ ശ്രമിക്കാം. കണ്ടോ, എന്തൊരു വ്യാജമായ കത്താണ്. ഈ കത്തിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന പഴയ പല്ലവി തന്നെയാണ്. രണ്ട് കാര്യമാണ് പറഞ്ഞത്. 934 ഭരണഘടന, പിന്നെന്താണ് അദ്ദേഹം പറയുന്നത്? 2017 കോടതി വിധി. 934 ഭരണഘടന, 2017 കോടതി വിധി. ഈ രണ്ട് കാര്യമേ പറയാനുള്ളൂ. ഇതില് ഈ ഭരണഘടന എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ ഭരണഘടനയുടെ ഒന്നാമത്തെ ക്ലോസിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും, ഓർത്തഡോക്സ് സുറിയാനി സഭയല്ല, സുറിയാനി ഓർത്തഡോക്സ് സഭയാണ് കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ. സിറിയൻ ഓർത്തഡോക്സ്, നോട്ട് ഓർത്തഡോക്സ് സിറിയൻ, ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ഇവരുടെ ഏറ്റവും വലിയ വ്യാജമാണ്. സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്നുള്ളതിനെ ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് എന്ന് തിരിച്ചെഴുതുക. അപ്പോൾ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ, ഞാൻ വീണ്ടും പറയുന്നത് അങ്ങനെയില്ല, സോറി ടു സേ, സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു വിഭാഗവും സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിയർക്കീസും ആകുന്നു. അപ്പോ ഈ ഒരു വിഷയം ആരംഗീകരിക്കുന്നില്ല? ഇവരംഗീകരിക്കുന്നില്ല. അപ്പൊ ഒന്നാമത്തെ ക്ലോസിനെ അംഗീകരിക്കാതെ ഭരണഘടന അംഗീകരിക്കണം എന്ന് പറയുന്നില്ല. എന്താ അർത്ഥം? അപ്പൊ ഭരണഘടന അംഗീകരിക്കാത്ത ആരാണ്? ഭരണഘടന പാത്രിയർക്കീസ് ആണ് പ്രധാന മേലധ്യക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് പാത്രിയർക്കീസുമായിട്ട് ബന്ധമില്ലെങ്കിൽ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ ക്ലോസ് മാറ്റണം, ഒന്നാമത്തെ ക്ലോസ്. അപ്പൊ ഈ ഒന്നാമത്തെ ക്ലോസ് മാറ്റിയാൽ നിങ്ങളുടെ ഭരണഘടന ഡിസോൾവ് ആയി പോകും. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഒന്നാമത്തെ ക്ലോസ് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഫർദർ വാചകം അടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർജവത്വമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒന്നാമത്തെ ക്ലോസ് ഇല്ലാതെ അല്ലാതെ അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ പേരില്ലാത്ത ഭരണഘടന ഉണ്ടാക്കി നിങ്ങൾ തനത് ദേശീയ സഭയായിട്ട് മാറണം. അപ്പൊ നിങ്ങൾ തനത് ദേശീയ സഭയാണെന്ന് പറയുകയും അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ കെയർ ഓഫിൽ നിങ്ങൾ സഭ കൊണ്ടുപോവുകയുമാണ്. അപ്പൊ ഈ ഇരട്ടത്താപ്പ് ഇനി അനുവദിക്കാൻ പാടില്ല. ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ അവസാനിപ്പിക്കണം. കാരണം ഇത് എന്റെ ശബ്ദമല്ല, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുടെ ശബ്ദമാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികൾ പറയാൻ തുടങ്ങണം. കാരണം നമുക്കൊരു അഭിമാനം വേണ്ടേ? നമ്മുടെ അപ്പൻ പാത്രിയർക്കീസ് ആണെന്ന് ഭരണഘടന ഒന്നാം ക്ലോസിൽ എഴുതി വെക്കുന്നു. ഇനി ഭരണഘടന മാത്രമാണോ? പ്രാർത്ഥനയിൽ എഴുതുകയാണ് പാത്രിയർക്കീസ് നമ്മുടെ പിതാവാണെന്ന്. എന്നാ പിന്നെ അതിനെ അംഗീകരിക്കുന്നുമില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പം ഈ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ തിരുമേനിയെ സംബന്ധിച്ച് അദ്ദേഹം ഭരണഘടനയെ സർവാത്മന അംഗീകരിക്കുന്നു എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. എനിക്കറിയത്തില്ല, ഞാൻ അദ്ദേഹത്തോട് ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു ഫീഡ്ബാക്കും അദ്ദേഹത്തിൽ നിന്നില്ല. ഞാൻ ഊഹിച്ചു പറയുന്നതാണ്, ഈ ഭരണഘടനയെ സർവാത്മന അംഗീകരിക്കുന്നു എന്നായിരിക്കും. കാരണം ആ ഭരണഘടനയെ സ്പിരിറ്റ് ഉൾക്കൊണ്ട് ആ ഭരണഘടന അംഗീകരിക്കാവുന്നതാണ് എന്നായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. ഒന്നാമത്തെ കാര്യം, ഈ ഭരണഘടന അംഗീകരിക്കുന്നതിൽ ഒരു മെത്രാനും വിഷമിക്കേണ്ട ആവശ്യമില്ല, വൈദികർക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം 934 ഭരണഘടന ഒരു ഒന്നാം തരം ഭരണഘടനയാണ്. ആരെ സംബന്ധിച്ചാണ്? മെത്രാച്ചന്മാരെ സംബന്ധിച്ച്. അപ്പൊ അത് ഏത് പക്ഷത്ത് പെട്ട മെത്രാച്ചനാണെങ്കിലും 934 ഭരണഘടന അംഗീകരിക്കുന്നില്ല. അവർക്ക് ഇത് അൽമായ വിരുദ്ധ ഭരണഘടനയാണ്. അൽമായർക്കാണ് ഈ ഭരണഘടന കൊണ്ട് ദോഷമുള്ളത്. അൽമായരുടെ അവകാശങ്ങളെയും ഇടവക പള്ളികളുടെ സ്വയംനിർണായ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുകയും അപഹരിക്കുകയും ചെയ്യുന്ന ഭരണഘടനയാണ് 1934 ഭരണഘടന. 1934 ഭരണഘടന ഏത് പക്ഷത്തെ ആയാലും മെത്രാന്മാർക്ക് ദ മോസ്റ്റ് ഡിസൈറബിൾ വൺ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെല്ലുവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ബസേലിയോസ് ജോസഫ് ബാവ തിരുമേനിക്കാണെങ്കിലും 34 ഭരണഘടന അനുസരിച്ചാണ് അദ്ദേഹത്തിനും കുഴപ്പമില്ല. കാരണം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനുള്ളതും അദ്ദേഹം ആഗ്രഹിക്കാത്തതും കൂടി ആയ അൽമായരുടെ അവകാശങ്ങളും ഇടവക പള്ളികളുടെ അവകാശങ്ങളും കൂടെ അവരിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് ഏത് മെത്രാനും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദോഷം വരാത്ത ഒരു ഭരണഘടനയാണ്. പക്ഷേ ആ ഭരണഘടനയുടെ ഒന്നാം ക്ലോസ് അടക്കം
അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും. ഞാൻ ആർക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും അത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ആയാലും യാക്കോബായ വിഭാഗത്തിലെ ആയാലും അൽമായർക്ക് ഈ ഭരണഘടന ഗുണകരമല്ല, അൽമായർക്ക് ദോഷമാണ്. 934 ഭരണഘടന അത് യാക്കോബായ പക്ഷത്തെ ആയാലും ഇന്ത്യൻ ഓർത്തഡോക്സ് പക്ഷത്തെ ആയാലും ഇടവക പള്ളികൾക്ക് പരമദോഷമാണ്. ഇടവക പള്ളികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതും ഇരുവിഭാഗത്തിലെയും അൽമായരുടെ അവകാശങ്ങളെ അപഹരിക്കുന്നതുമായ ഒരു ഭരണഘടനയാണ് 934 ഭരണഘടന. മനസ്സിലായോ? അതുകൊണ്ട് ഈ കത്തിനകത്ത് ഒരു അർത്ഥമൊന്നുമില്ല. ഈ ഭരണഘടന അംഗീകരിക്കാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ആർക്കും സാധിക്കും. ആർക്കും എന്ന് പറഞ്ഞാൽ ഏത് മെത്രാനും സാധിക്കും, കാരണം അവർക്ക് ദോഷം വരുന്നില്ല. അടുത്തത്, അതുകൊണ്ട് ഈ ഭരണഘടന യാക്കോബായ സഭയിൽ വേണമോ വേണ്ടയോ എന്ന് യാക്കോബായ സഭയിൽ അൽമായർ തീരുമാനിക്കും, യാക്കോബായ സഭയിൽ ഇടവപ്പള്ളികൾ തീരുമാനിക്കും. ഇപ്പോൾ ഈ ഭരണഘടന അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഇടവക പള്ളികളും ഉണർന്ന് ചിന്തിക്കാൻ തുടങ്ങി, മാറി ചിന്തിക്കാൻ തുടങ്ങി. അവരും ചിന്തിക്കും ഈ ഭരണഘടന എന്ന ഈ നുകം വേണോ വേണ്ടയോ എന്ന്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അൽമായർ വ്യാപകമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് വേണോ വേണ്ടയോ എന്ന്. അതുകൊണ്ട് വരും ദിവസങ്ങൾ നിങ്ങൾക്ക് അത്ര ശുഭകരമായിരിക്കില്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അത് ഞാൻ വിടുകയാണ്. അപ്പോൾ ഈ ഭരണഘടന, ഇതാണ് ആ വലിയ വിഷയം, ഭരണഘടന. അടുത്തത് ഉള്ളത് കോടതി വിധിയാണ്. കോടതി വിധി, സുപ്രീം കോടതി വിധി, അത് നമുക്ക് നോക്കാം. എന്താണ് ഈ സുപ്രീം കോടതി വിധി? ഈ സ്ക്രീനിൽ കാണുന്നതാണ് സുപ്രീം കോടതി വിധി. നിങ്ങൾക്ക് ചുമ്മാ ഓൺലൈനിൽ അടിച്ചാൽ മതി. 2017 ജൂലൈ 3 വേർഡിക്റ്റ് ഓൺ മലങ്കര ചർച്ച് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇതുണ്ടോ? ഈ സുപ്രീം കോടതി വിധിയിലെ ഇതിന്റെ 5-ാമത്തെ പേജ് നിങ്ങൾ എടുക്കണം. 5-ാമത്തെ പേജ്. ഇതാണ് 5-ാമത്തെ പേജ്. കണ്ടോ? നിങ്ങൾ 5 കാണുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ കോടതി വിധി ഡൗൺലോഡ് ചെയ്തിട്ട് 5-ാം പേജ് എടുക്കുക. അപ്പൊ കോടതിയുടെ നിരീക്ഷണമാണ്, ആമുഖ നിരീക്ഷണം. അവിടെ എഴുതിയിരിക്കുകയാണ്, സെന്റ് തോമസ് came to Malabar to spread his message. Between 325 and 628 AD, at the first general meeting held at Nicaea in 325 AD, 4 parishioners were established at Rome, Constantinople, Alexandria and Antioch. And കഞ്ഞിക്കുഴി ഇല്ല. അപ്പൊ റോം, കോൺസ്റ്റാന്റിനോപ്പിൾ, അലക്സാണ്ട്രിയ ആൻഡ് ആന്റിയോക്ക്, each headed by a patriarch. Within the jurisdiction of Patriarch of Antioch, another office was established named the Great Metropolitan of the East, also known as Catholicos. The office of Catholicate fell into disuse and was revived in 628. ഇത് തെറ്റാണ്. ഈ ഒരു ഇതിൽ നമുക്കറിയാം, കോടതി ഈ പറഞ്ഞിരിക്കുന്നതിൽ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇവരുടെ വാദങ്ങൾ അനുസരിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത് ഡിസ്യൂസ് അല്ല, അത് നമുക്കറിയാം നെസ്റ്റോറിനിസത്തിലേക്ക് പോയതാണ്. അപ്പൊ ഡീറ്റെയിൽഡ് ഈ ഇതിനകത്ത് കൊടുത്തിട്ടില്ല, ജനറൽ നിരീക്ഷണമാണ്. ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഈസ് നോട്ടഡ് ബൈ ദിസ് കോർട്ട് ഇൻ ഇറ്റ്സ് ജഡ്ജ്മെന്റ്. മോസ്റ്റ് റെവറൻഡ് PMA മെട്രോപൊളിറ്റൻ വേഴ്സ് മോറാൻമാർ മാർത്തോമ, പഴയ കേസിന്റെ റെഫറൻസ് ആണ്. അടുത്തത് 5-ാം പേജിലെ 5-ാമത്തെ പോയിന്റ് കണ്ടോ, 5.5. In 16th century, Christianity gained a substantial foothold in the area now comprised in Kerala. The dominant faith was of the Syrian Orthodox Church. With the rise of the Portuguese political power on the west coast, the Portuguese compelled the local Christians to accept Roman Catholic faith. അപ്പം the dominant faith was of the Syrian Orthodox Church. അപ്പൊ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിലെ ക്രിസ്തീയ സഭയെ നോക്കുമ്പോൾ മുഖ്യമായ വിശ്വാസം സിറിയൻ ഓർത്തഡോക്സ് സഭയുടേതായിരുന്നു എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. പിന്നീട് പോർച്ചുഗീസുകാർ വരുമ്പോൾ പോർച്ചുഗീസുകാര് തദ്ദേശവാസികളായ സുറിയാനി ക്രിസ്ത്യാനികളെ പോർച്ചുഗീസ് വിശ്വാസത്തിലേക്ക് മാറാൻ നിർബന്ധിച്ചു. Christians of Malabar affirmed their loyalty to the Syrian Orthodox Christian Church headed by the Patriarch by taking an oath en masse at Matancheri known as the Kunan Cross Oath. Since then, the Patriarch of Antioch exercised ecclesiastical supremacy over what may be called the Malankara Syrian Christian Church. അപ്പോ
ഇവിടെ 5-ാമത്തെ പേജില് സുപ്രീം കോടതി വിധിയുടെ 5-ാമത്തെ പേജില് 5-ാമത്തെ പോയിന്റ് ആയിട്ട് പറയുകയാണ്, ഈ കൂനൻ കുരിശ് സത്യം അന്ത്യോക്യ പാത്രിയർക്കീസിനോടും സുറിയാനി സഭയോടുമുള്ള കൂറും വിധേയത്വവും ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇത് സുപ്രീം കോടതി വിധിയാണ്. ഇത് ദിയസ്കോറോസ് മെത്രാൻ അംഗീകരിക്കുന്നുണ്ടോ ഈ സുപ്രീം കോടതി വിധി? സുപ്രീം കോടതി വിധിയിലെ നിരീക്ഷണമാണ്. ഇത് സത്യമാണോ? അപ്പൊ സുപ്രീം കോടതി വിധി അംഗീകരിക്കണം. എന്നിട്ട് നാഴികയ്ക്ക് 40 വട്ടം വൈദേശിക ശക്തികൾക്കെതിരെ കൂനൻ കുരിശ് സത്യം നടത്തി എന്ന് നിങ്ങൾ നുണ പറയല്ലേ? അപ്പൊ വൈദേശിക ശക്തികൾക്കെതിരെയാണോ കൂനൻ കുരിശ് സത്യം നടത്തിയത്? കൂനൻ കുരിശ് സത്യം നടത്തി കൃത്യം 12 വർഷം കഴിയുമ്പോൾ 1653 കൂനൻ കുരിശ് സത്യം. 1665 അന്ത്യോക്യൻ പാത്രിയർക്കീസിനാൽ മലങ്കരയിലേക്ക് അയക്കപ്പെട്ട മോർ അബ്ദുൽ ജലീൽ പാത്രിയർക്കീസിനെ മലങ്കര സ്വീകരിച്ചത് വലിയ ആവേശത്തോടെ, വലിയ ഊഷ്മളതയോടെ, വലിയ വികാര വായ്പോടെ, വലിയ സ്നേഹത്തോടെ. കഴിഞ്ഞ ദിവസം ബസേലിയോസ് ജോസഫ് ബാവ തിരുമേനിക്ക് കൊടുത്തതിനെ പോലെയുള്ള വലിയ വൈകാരിക വരവേൽപ്പ് അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് ബാവായിക്ക് കൊടുത്തു. വൈദേശിക ശക്തികൾക്കെതിരെ ഒരു വിദേശിയുമായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ല എന്നാണ് കൂനൻ കുരിശിൽ അവർ സത്യം ചെയ്തതെങ്കിൽ 12 കൊല്ലം കഴിയുമ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന അബ്ദുൽ ജലീൽ ബാവയെ സ്വീകരിക്കുമായിരുന്നോ? യൂസ് യുവർ കോമൺ സെൻസ് IOC ഫെയ്ത്ത്ഫുൾ. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അൽമായര് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചിന്തിക്കണം. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? സുപ്രീം കോടതിയുടെ വിധി 5-ാമത്തെ പേജിലെ 5-ാമത്തെ പോയിന്റ്. അവിടെ നിൽക്കുന്നില്ല, ഞാൻ വീണ്ടും കാണിക്കാം. സുപ്രീം കോടതി വിധി 276 പേജാണ് ഈ സുപ്രീം കോടതി വിധിയിലുള്ളത്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഏതെങ്കിലും മെത്രാൻ 276 പേജും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ദിയസ്കോറസ് ഏതായാലും വായിച്ചിട്ടില്ല. അക്ഷരവിരോധിയാണ് എന്ന് അദ്ദേഹത്തിന്റെ വർത്തമാനം കേൾക്കുമ്പോൾ അറിയാം. 39-ാമത്തെ പേജിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. In 1995 judgment, this court has given the findings in paragraph 148 and the same are extracted hereunder. 1995 കോടതി വിധിയിൽ നിന്നൊരു ഭാഗം ഇവിടെ ഉദ്ധരിക്കുകയാണ്. The following facts in our considered view are of fundamental significance. Once they are kept in view, it would be unnecessary to go into many of the issues agitated before the learned single judge and the division bench of High Court. The fundamental facts which decide the fate of the main dispute are: the Patriarch of Antioch was undoubtedly acknowledged and recognized by all the members of the Malankara Church as the supreme head of their church. അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് സംശയരഹിതമായി മലങ്കര സഭയുടെ പരമാധ്യക്ഷനാണെന്ന് മലങ്കര സഭയിലെ എല്ലാ അംഗങ്ങൾക്കും അറിവുള്ളതും അംഗീകാരമുള്ളതുമാണ്. In the year 1654, they took the oath known as the Kunan Cross Oath, reaffirming their loyalty to the Syrian Orthodox Christian Church headed by the Patriarch. ഈ മലങ്കര സഭയിലെ വിശ്വാസികൾ 1654 അന്ത്യോക്യൻ പാത്രിയർക്കീസിനോടും സുറിയാനി സഭയോടുമുള്ള കൂറും വിധേയത്വവും പ്രഖ്യാപിക്കുവാൻ കൂനൻ കുരിശ് സത്യം എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാണ്. ഇത് സുപ്രീം കോടതി വിധിയിൽ നിന്ന് വായിക്കുന്നത്. ആ കൂനൻ കുരിശിന്റെ മക്കളാണ് ഇന്നലെ പുത്തൻ കുരിശിൽ കണ്ടവര്. മനസ്സിലായോ? അവരാണ് ഈ പറഞ്ഞ ഈ തന്തയ്ക്ക് പിറക്കുക എന്ന് പറഞ്ഞ രോഗമുള്ളവർ. മനസ്സിലായോ? പ്രശ്നം ഇതാണ്. ഈ യാക്കോബക്കാർക്ക് ഒരു ഭയങ്കര രോഗമാണ് സിംഗിൾ ഡാഡി ഡിസോർഡർ എന്ന് പറയും, അല്ലെ സിംഗിൾ ഡാഡി സിൻഡ്രം. അതാ പ്രശ്നം. കാരണം അവരുടെ പിതാക്കന്മാർ 1654 ചെയ്ത പ്രതിജ്ഞയിൽ അവർ നിൽക്കുകയാണ്. അന്ത്യോക്യൻ പാത്രിയർക്കീസിനോടുള്ള കൂറും വിധേയത്വവും പ്രഖ്യാപിക്കുവാൻ മലങ്കര സഭ 1654 കൂനൻ കുരിശ് സത്യം നടത്തിയെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. കണ്ടോ? നിങ്ങൾ ഈ പൊക്കി പറയുന്ന സുപ്രീം കോടതി വിധി എന്ന് നിങ്ങൾ പറയുന്നു. ആ സുപ്രീം കോടതി വിധിയാണിത്.
The Patriarch of Antioch was undoubtedly acknowledged and recognized by all the members of the Malankara Church as the supreme head of the church. In the year 1654, they took the oath known as the Kunen Cross Oath, reaffirming their loyalty to the Syrian Orthodox Christian Church headed by the Patriarch. It was the Patriarch who convened the Mulanturuthi Synod, at which the Malankara Syrian Christian Association was formed. പറയാണ് ഇതേ പാത്രിയർക്കീസ് ആണ് മുളന്തുരുത്തിയിൽ മലങ്കര അസോസിയേഷൻ രൂപം കൊടുത്തത്. ഇന്ന് നിങ്ങൾ മലങ്കര അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനെ ബീജാഭാവം ചെയ്യിച്ചത് പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് ബാവയാണ്. കോടതി അക്നോളജ് ചെയ്യാണ്. The Syrian Christians in Malankara believed in the efficacy of കൈവപ്പ്, laying of hands by Patriarch on the head, while consecrating the metropolitan and considered it essential to a proper ordaining. കണ്ടോ, ഈ മലങ്കരയിലുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ കൈവപ്പിൽ വിശ്വസിക്കുന്നവരാണ്. പാത്രിയാർക്കീസ് കൈവച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ശ്ലൈഹിക നൽവരവും പൗരോഹിത്യ നൽവരവും ശ്ലൈഹിക പിന്തുടർച്ചയും ഉണ്ടാവുകയുള്ളൂ എന്ന് മലങ്കര ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവരാണ് യാക്കോബായക്കാർ. But not to the temporal affairs of the Malankara Church as declared finally by the Travancore Royal Court of Final Appeal in the. അതായത് മലങ്കര സഭയിലെ ചട്ടി, കൊട്ട, കലം, തവി എന്നിങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളിൽ പാത്രിയർക്കീസിന് അധികാരമില്ല. അത് മലങ്കരയിലുള്ളവർക്കാണ് അധികാരം എന്നാണ് പിന്നെ തുറന്നു പറയുന്നത്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് 1654 മലങ്കരയിലെ പൂർവിക ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മലങ്കര ക്രിസ്ത്യാനികളുടെ പൂർവികർ കൂനംകുരിശ് സത്യം നടത്തിയത് പരിശുദ്ധ സുറിയാനി സഭയോടുള്ള ബന്ധത്തെ പ്രഖ്യാപിക്കുന്നതിനും അന്ത്യോക്യൻ പാത്രിയർക്കീസിനോടുള്ള കൂറും വിധേയത്വവും ആവർത്തിച്ചുറപ്പിക്കുന്നതിനുമായിരുന്നു എന്ന് 2017 ജൂലൈ മാസം 3-ാം തീയതി സുപ്രീം കോടതി വിധിയിൽ 2 സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പേജ് 5, പേജ് 39. ഇനി പറ, കോടതി വിധി അംഗീകരിക്കാവോ? അംഗീകരിക്കാം. ഇതും കൂടെ അംഗീകരിക്കാണ്ട്. കോടതി വിധി ഏതെങ്കിലും ഭാഗമല്ല അംഗീകരിക്കേണ്ടത്. ഞാൻ കോടതി വിധി അംഗീകരിക്കാൻ തയ്യാറാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. പക്ഷെ ഈ കോടതി വിധി അതിന്റെ ഫുൾനെസ്സിൽ നിങ്ങൾ ഉൾക്കൊള്ളണം. മനസ്സിലായോ? നമ്മുടെ പിതാക്കന്മാർ അന്ത്യോക്യൻ പാത്രിയർക്കീസിനോട് കൂറും വിധേയത്വവും പ്രഖ്യാപിച്ച് കൂനംകുരിശ് സത്യം നടത്തിയെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന സെക്കൻഡിൽ ഞാൻ IOC-യിൽ കാണും. പക്ഷെ നമ്മുടെ പിതാക്കന്മാർ തലമറന്ന് എണ്ണ തേക്കുന്ന പരിപാടിയില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പണമില്ലേലും പദവിയില്ലേലും സ്വാധീനമില്ലേലും 1300 കോടിയുടെ ബജറ്റ് ഇല്ലേലും തന്തയ്ക്ക് വരക്കാഴി കാണിക്കാത്ത യാക്കോബക്കാരോട് ഒന്നോളാം. കാരണം അതല്ലേ നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ സുപ്രീം കോടതി പോലും പറഞ്ഞിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്തൊരു മോശമാ. എന്നിട്ടാണ് ഇതിങ്ങനെ തള്ളുന്നത്. ഭരണഘടന, നിങ്ങൾ ഭരണഘടന അംഗീകരിക്കുന്നില്ല. സുപ്രീം കോടതി വിധി, നിങ്ങൾ സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നില്ല. അപ്പൊ സുപ്രീം കോടതി വിധി ആയാലും ഭരണഘടനയായാലും അതിനെ സർവാത്മന ഉൾക്കൊണ്ട് അംഗീകരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? സമാധാനമുണ്ടാകും, നീതി ഒഴുകാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണോ? നിങ്ങൾ ഈ സുപ്രീം കോടതി വിധിയെ സർവാത്മന ഉൾക്കൊള്ളുക, ഈ ഭരണഘടനയെ സർവാത്മന ഉൾക്കൊള്ളൂ. അപ്പൊ അതിന്റെ ഭാഗികമായിട്ടുള്ള വായന, അത് ഭാഗികമായിട്ടുള്ള അംഗീകാരം, അത് ശരിയായ രീതിയല്ല. അപ്പൊ അതാണ് ഇപ്പം തസ്കരവീര സിനിമയ്ക്കകത്ത് ഈ ഷീല ഒരു ഡയലോഗ് പറയുന്നുണ്ട് മമ്മൂട്ടിയെ പറ്റി. അവൻ തന്തയ്ക്ക് പിറന്നവനല്ലടാ, അവൻ തന്തയുടെ തന്തയ്ക്ക് പിറന്നവനാണെന്ന്. അപ്പൊ അങ്ങനെ എന്തോ വലിയ കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ഈ പൈതൃക വിജ്ഞാനീയം എന്നൊരു ശാഖയുണ്ട് ഈ ക്രിസ്ത്യൻ തിയോളജി പഠിക്കുമ്പോൾ. ഈ ക്രിസ്ത്യൻ തിയോളജിക്ക് ഒരു കുഴപ്പമുണ്ട്. അതിന് ഈ പാശ്ചാത്യത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഒരുപാട് ബ്രാഞ്ചസ് ആക്കി. മാർഷിയോളജി, മരിയോളജി, പാട്രിസ്റ്റിക്സ്. അപ്പൊ അതിൽ പാട്രിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. പാട്രിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പൈതൃക വിജ്ഞാനീയമാണ്. പിതാക്കന്മാരെ പറ്റിയുള്ള അറിവ്. ഒരു വല്ലാത്ത ബ്രാഞ്ച് തന്നെ അല്ലേ? പാട്രിസ്റ്റിക്സിൽ നിങ്ങൾക്ക് അത്ര പ്രാഗൽഭ്യം പോരാ. കാരണം ഇപ്പൊ ഇന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. മലങ്കര പാപ്പി അല്ല ആനപ്പാപ്പി മലങ്കരയുടെ പരിശുദ്ധൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ്. ഒരു മിസ്റ്റർ അലക്സ് ആണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ കീഴിൽ ആനപ്പാപ്പി അച്ചായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്നൊക്കെ ഉണ്ട്. ട്രോളൊന്നുമല്ല, ഒറിജിനലി ഒരു നല്ല ഈ കഞ്ഞിക്കുഴി ഭക്തൻ എഴുതിയിരിക്കുന്നതാണ്. അപ്പം കഞ്ഞിക്കുഴി സഭയുടെ പാട്രിസ്റ്റിക്സ്
മലങ്കര വർഗീസ് മുതൽ ആനപ്പാപ്പി വരെ, അതിനപ്പുറത്ത് ആരുമില്ല. അപ്പൊ പാട്രിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പൈതൃക വിജ്ഞാനീയമാണ്. അപ്പൊ ആ പൈതൃകം പോകുമ്പോ യാക്കോബായക്കാരന്റെ പൈതൃകം, ഈ പൈതൃകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിനകത്തെ ഒരു ദീപസ്തംഭമാണ് ഈ കൂനംകുരിശ് സത്യം. ആ കൂനംകുരിശ് സത്യം അന്ത്യോക്യയിലെ പാത്രീർക്കീസ് ബാവായോടുള്ള കൂറും വിധേയത്വം പ്രഖ്യാപിക്കലായിരുന്നെന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡോക്യുമെന്റഡ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധിയ. വലിയ വിലയുള്ള സാധനമാണ്, വലിയ കൂടിയ കടലാസാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇതാ കിടക്കുന്നു. ആ കൂടിയ കടലാസിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം കൂനംകുരിശിന്റെ മക്കളായിട്ട് കുനിയാത്ത ശിരസുകളും വളയാത്ത നട്ടെല്ലുകളുമായിട്ട് പരിശുദ്ധ സിംഹാസനത്തോടുള്ള ബന്ധത്തിൽ നിൽക്കും. അതാണ് ശരി, അത് മാത്രമാണ് ശരി.